വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. വരവ് മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ കഥ സാജനാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തിരക്കഥ അത്ര പോരാ. സിനിമയിൽ തിരക്കഥയിൽ എന്തൊക്കെയോ ചേരുംപടി ചേർക്കാനുള്ള പോലെയാണ് അതങ്ങോട്ട് പോയിട്ട് നിൽക്കുന്നത്. അതായത് ചേർച്ചയില്ലാത്ത കുറേ കാര്യങ്ങൾ ഉള്ള പോലെ. ഇപ്പോൾ ഇതിൽ കുറച്ച് കഥാപാത്രങ്ങൾ, ഒന്ന് വില്ലി എന്നൊരു ക്യാരക്ടർ, അത് അർജുൻ അശോകനാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ അർജുൻ അശോകന് പകരം വേറെ ആരെങ്കിലും ചെയ്യിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ അശോകന് ഇപ്പോൾ ഉള്ള ആ ഒരു നടനെന്ന നിലയ്ക്കുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിന് പറ്റിയ ഒരു റോളല്ല അത്. വില്ലി ഈ സിനിമയിലെ ഒരു പ്രധാന റോളാണ്. ആ ഒരു റോളിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങനെയേ ഈ കഥ അവർ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വില്ലി ഈ സിനിമയ്ക്ക് വേണ്ട റോള് തന്നെയാണ്. പക്ഷേ അത് വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് അർജുൻ അശോകന് നല്ലൊരു റോൾ ഈ സിനിമയിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ വില്ലി നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്യാൻ ആ കഥാപാത്രത്തിന് ഈ സിനിമയിൽ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ബാബുരാജ് സുകന്യയോട് ഈ സിനിമയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിലൊരു ഹീറോയിൻ സുകന്യയാണ്. അവരോടൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളി ചെയ്തോ ചെയ്തിട്ടില്ലയോ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനേ പറ്റാത്ത പോലെയാണ് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളി ഇതാ ഈ കയ്യൊക്കെ മണത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിനോട് പറയുന്നുണ്ട് ബാബുരാജ്. പക്ഷേ അപ്പോഴും പുള്ളി അത് ചെയ്തോ ചെയ്തില്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി അത് ചെയ്തതായിട്ട് തന്നെ കഥയിൽ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു സീന് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണി മൂവിയിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകാം. എൻ്റെ അഭിപ്രായത്തിലും അങ്ങനെ ഒരു സീൻ ഈ സിനിമയിൽ വേണ്ട, അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു കൺഫ്യൂഷൻ കൊടുക്കാതെ ആ സീന് വേറെ രീതിയിൽ എടുത്തു വെക്കാമായിരുന്നു. ഇങ്ങനെയൊരു സംഭവം പറയാതെ വേറെ രീതിയിൽ എടുത്തു വെക്കാമായിരുന്നു. പിന്നെ യോഗാൻ എന്നൊരു കഥാപാത്രമുണ്ട്. അത് നമ്മുടെ അഭിമന്യു ഷമ്മി തിലകനാണ് ചെയ്തിരിക്കുന്നത്. യോഗാൻ പെട്ടെന്ന് എവിടുന്നോ ഇൻ്റർവെല്ലിന് ശേഷം ചാടി പുറപ്പെട്ട് അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നു. അങ്ങനെ ഒരു കഥാപാത്രം. ശരിക്കും യോഗാൻ ആരാണ് എന്നുള്ളത് സിനിമയുടെ ആദ്യമോ അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇടവേളയ്ക്ക് മുന്നോ ആയിട്ട് അതിനൊരു അടിസ്ഥാനം കൊടുക്കാമായിരുന്നു. അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് യോഗാൻ വരും എന്ന് പറഞ്ഞത് തന്നെ പുള്ളി ചാടി വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണ്. അതും ആ റോളും ശരിക്ക് ഒത്തു വന്നില്ല. പുള്ളി കുറച്ച് സംഭവം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് ഒത്തു വന്നതായി തോന്നിയില്ല. അതേപോലെ വാണി വിശ്വനാഥിൻ്റെ ആ പോലീസ് വേഷം, എന്തിനാണ് ഈ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം വാണി വിശ്വനാഥ് പഴയ സിനിമകളിലൊക്കെ അവർ പോലീസ് വേഷം ചെയ്യുമ്പോൾ അവർക്ക് സൂട്ടാവും. ഇതിലവർ ആ പോലീസ് വേഷം അണിഞ്ഞ് വന്നപ്പോൾ ഒട്ടും യോജിക്കാത്ത പോലെ തോന്നി. കുറേ ഡയലോഗുകൾ ആ ഒരു കഥാപാത്രത്തിനുണ്ട് വാണി വിശ്വനാഥിന്, പക്ഷേ അതൊന്നും ആ ആൾ ചെയ്യുന്നതായിട്ട് കാണാനില്ല. വെറുതെ കുറച്ച് ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ, അത് വേണ്ടായിരുന്നു സത്യത്തിൽ. അതേപോലെ ഈ സിനിമയിലെ പോലീസുകാരൊക്കെ നോക്കുകുത്തികളെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ബാബുരാജ് പോലീസാണ്. ബാബുരാജ് നന്നായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറയാം, ആദ്യം ഇതിലെ പ്രശ്നങ്ങൾ പറയാം. ബാബുരാജ് കുഴപ്പമില്ലെങ്കിലും ബാക്കിയുള്ള പോലീസുകാരൊക്കെ നോക്കുകുത്തികളായിട്ട്. കാരണം ഇതിലെ ഹീറോ നീ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നാലേ ഈ കഥ ശരിയായി വരുള്ളൂ, ഞങ്ങൾ നോക്കി നിൽക്കാമെന്ന് പറയുന്ന പോലെയാണ് പോലീസ് ഇതിൽ നിൽക്കുന്നത്. കാരണം പലപ്പോഴും ഇതിലെ പോളച്ചനെ അവർക്ക് മെരുക്കാമായിരുന്നു. പക്ഷെ അവർ എവിടെയും അതിൻ്റെ ഒരു സംഭവങ്ങളും ചെയ്യുന്നതായിട്ട് സിനിമയിൽ കാണാനില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയിൽ. അതേപോലെ കഥയും തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇടവേള വരെ സിനിമ നല്ല ത്രില്ലിംഗ് ഉണ്ടായിരുന്നു, നല്ല സംഭവങ്ങളുണ്ട്, ഓക്കെ. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ചില കഥാപാത്രങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ല ആകാംക്ഷയുമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ നിരാശപ്പെടുത്തുകയാണ്. കാരണം പതിവ് ശൈലിയിലാണ് സിനിമ ഇടവേളയ്ക്ക് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. മാത്രമല്ല നമ്മൾ
വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേറെ നല്ല രീതിയിൽ ഈ സിനിമ പോയി അവസാനിച്ചാലും ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടായിട്ട് രസം ഉണ്ടാവുമായിരുന്നു. അതൊക്കെ തന്നെ ഏറ്റില്ല. പിന്നെ ഇതിലൊരു ഫാദർ കഥാപാത്രമുണ്ട്, ലിയോ എന്നാണ് ആ ക്യാരക്ടർ നെയിം എന്ന് തോന്നുന്നു. അത് എന്തിനു വന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ആയത്, ഒരു പിടുത്തവും ഇല്ല. വെറുതെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കഥയുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി വശങ്ങൾ പറയാം. ഇതിൽ ജോജു ജോർജിൻ്റെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ തുടക്കത്തിൽ പുള്ളിയുടെ ആ ഒരു വരവ് സൂപ്പറായിരുന്നു കേട്ടോ. ഗംഭീര ആക്ഷനോടെ തന്നെയാണ് ജോജു ഇതിൽ തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്നത്. നല്ല ആക്ഷനിൽ പുള്ളി ഈ സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പണി മൂവിയിൽ പുള്ളിയാണ് ഹീറോ എങ്കിലും ഡയറക്ടറും പുള്ളി ആയതുകൊണ്ട് എന്ത് ചെയ്തു, ജോജു ജോർജിൻ്റെ ആ ഹീറോയെ ഡൗൺ ചെയ്ത് വെച്ചിട്ട് അതിൽ സാഗർ സൂര്യ എന്ന ഡോൺ സെബാസ്റ്റ്യൻ എന്ന വില്ലനെ പുള്ളി ടോപ്പിൽ വെച്ചിട്ട് അങ്ങനെയാണ് ആ കഥ ഒരുക്കിയത്. അതുകൊണ്ട് സാഗർ സൂര്യ അതിൽ സൂപ്പറായി. പക്ഷേ ജോജു എനിക്ക് ആ സിനിമയിൽ പോരായ്മ തന്നെ ആയിരുന്നു. എനിക്ക് ആ സിനിമ അതുകൊണ്ട് തന്നെ വലിയൊരു സുഖം തോന്നിയിരുന്നില്ല. പക്ഷേ വില്ലനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു ക്ഷീണം ജോജു ജോർജ് ഈ സിനിമയിൽ തീർത്തിട്ടുണ്ട്. പുള്ളിയുടെ ആ വരവ് ഇങ്ങനെയായിട്ട് അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് കുറേ നേരം സൈലൻ്റ് ആയിരിക്കും, പിന്നെ ആയിരിക്കും ആക്ഷനൊക്കെ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും അല്ലാതെ നോൺ സ്റ്റോപ്പ് ആക്ഷനാണ് ജോജു ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ആക്ഷനുണ്ട്. കിഡിലൻ അടി എന്ന് പറയുന്നതിനേക്കാളും കിൻഡൽ അടി എന്ന് പറയാം. നല്ല വെയിറ്റുള്ള അടികൾ തന്നെയാണ് ജോജു ചെയ്തിരിക്കുന്നത്. പുള്ളി ആകെ ഉരുണ്ട് പുരണ്ട് മറിഞ്ഞ് അങ്ങനെയൊക്കെ ഒന്നും ആക്ഷൻ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ആക്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ സാം സി എസിൻ്റെ ഗംഭീര BGMഉം ഈ ആക്ഷനുകൾക്കും അതേപോലെ ഇതിലെ സോങ്ങിനും എല്ലാം തന്നെ കരുത്ത് പകർന്നിട്ടുണ്ട്. BGM സൂപ്പറാണ്. പക്ഷെ ചില സമയങ്ങളിൽ കാതടപ്പിക്കുന്ന സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാലും BGM സൂപ്പറാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ആ ഒരു കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജാക്കി ജോൺസൺ, അതേപോലെ സ്റ്റണ്ട് സിൽവ, മാഫിയ ശശി, കലൈ കിങ്സൺ, അങ്ങനെ കുറേ പേരാണ്. കുറേ പേര് ചേർന്ന് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. നല്ല ആക്ഷൻ രംഗങ്ങൾ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ജോജുവിനെ പോലെ തന്നെ ഈ സിനിമയിലെ ഒരു കരുത്തുറ്റ കഥാപാത്രം എന്ന് പറയുന്നത് മുരളി ഗോപിയുടെ ആ ഒരു കുട്ടച്ചൻ എന്ന ആ കഥാപാത്രമാണ്. കുട്ടച്ചൻ എന്നാ തോന്നുന്നു ആ ക്യാരക്ടറിൻ്റെ നെയിം. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. എല്ലാ സിനിമകളിലും തന്നെ പുള്ളി വില്ലനായിട്ട് വന്നാലും ശരി, നല്ല റോളാണെങ്കിലും ശരി, പുള്ളി തകർക്കാറുണ്ട്. അത് ഈ സിനിമയിലും പുള്ളി തകർത്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാരക്ടറുകൾ, പോളച്ചനും ഈ കുട്ടച്ചനുമാണ് ഈ സിനിമയിലെ പ്രധാന സംഭവങ്ങൾ. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ആക്ഷൻ ഞങ്ങൾക്ക് മതി, അതേപോലെ അതിന് പറ്റിയ രീതിയിൽ BGMഉം വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ സിനിമ നന്നായിട്ട് സൂട്ടാകും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എന്നാൽ ഈ സിനിമയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, കഥയൊക്കെ നല്ല രീതിയിൽ വേണം, അതേപോലെ ബാക്കി സംഭവങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ആവറേജിൻ്റെ താഴെ നിൽക്കുന്നുള്ളൂ.